ഇനി അടുത്തൊരിടത്തേക്ക് പോകാം. കോഫിയും ഹാപ്പിനെസ്സും കൂട്ടി മുട്ടുന്നൊരിടം. അതായത് ഈ മനസ്സിന്റെ പിരിമുറുക്കങ്ങളെയൊക്കെ ഒരു കോഫി കുടിച്ചുകൊണ്ട് ഇല്ലാതാക്കാം എന്നാണ് അവർ പറയുന്നത്. കാര്യം എന്താണെന്നോ, ഇന്ത്യയിലെ ആദ്യത്തെ മെന്റൽ ഹെൽത്ത് കഫേ കാപ്പിനെസ്സിലേക്ക് നമുക്കൊന്ന് പോകാം. ഏത് പ്രായക്കാരുമായിക്കോട്ടെ ജീവിതത്തിൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളവരായിരിക്കും അല്ലേ നമ്മളിൽ പലരും. പക്ഷെ പലപ്പോഴും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താതെ തുറന്ന് സംസാരിക്കാൻ പോലും ഒരാളില്ലാതെ ബുദ്ധിമുട്ടുന്നവരും ഉണ്ടാകും. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഞാനൊരു സ്ഥലം പരിചയപ്പെടുത്തി തരാം. ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഇതായിരിക്കും. കാപ്പിനെസ്, എ പ്ലേസ് വെയർ യു ക്യാൻ ഫൈൻഡ് യുവർ ഹാപ്പിനെസ്. വിശാലമായൊരു വീടിന് ചുറ്റുമൊരുക്കിയിരിക്കുന്ന 4 മനോഹരമായ ഇടങ്ങൾ. പ്രകൃതിയോട് ചേർന്ന് അതിനോടിണങ്ങി മനസ്സിനെ കുളിർപ്പിക്കുന്ന കാഴ്ചകൾ. സംഗീതം ഇഷ്ടപ്പെടുന്നവർക്ക് ചുറ്റുമുള്ളതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഒരിത്തിരി നേരം ഇഷ്ടമുള്ള സംഗീതജ്ഞന്റെ ഈണം ആസ്വദിച്ച് ബുക്കുകൾ വായിച്ച് ഇവിടെ ഇരിക്കാം. പ്രിയം നായ്ക്കളോടാണെങ്കിൽ അതിനുമുണ്ട് കാപ്പിനെസ്സിൽ വഴികൾ. ക്യാൻഡിയും കോഫിയും നമ്മോട് തൊട്ടുരുമിയിരിക്കുമ്പോൾ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ അറിയാതെ തന്നെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. ഇവിടെ തീരുന്നില്ല കാപ്പിനെസ്സിലെ സന്തോഷങ്ങൾ. വായനയും കളിയും ചിരിയും വരയും ഒക്കെയായി ഇനിയുമുണ്ട് ഇവിടെ വിശേഷങ്ങൾ. ആൾക്കാർ തെറാപ്പി എടുക്കാൻ മടിക്കുന്നതിനുള്ള കുറേ കാര്യങ്ങൾ, അത് ബേസിക്കലി സോഷ്യൽ സ്റ്റിഗ്മ തന്നെയാണ്. അപ്പോൾ അത് സ്റ്റിഗ്മ മാറ്റുക എന്നുള്ളതാണ്. അതായത് സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ഞങ്ങളെ പേര് പോലും കാപ്പിനെസ് എന്നുള്ള, കോഫി പ്ലസ് ഹാപ്പിനെസ് എന്നുള്ള പേരാണ്. പേരിൽ പോലും ഒരു സ്റ്റിഗ്മ ഉണ്ടാക്കരുത് എന്നുള്ളൊരു പോളിസി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. 5 സൈക്കോളജിസ്റ്റുകളും 2 സൈക്കാട്രിസ്റ്റുകളും അടങ്ങുന്ന വിദഗ്ധരുടെ സേവനം കാപ്പിനെസ്സിലുണ്ട്. ആൾക്കാർക്കൊരു പ്രശ്നം കൊണ്ട് വരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇതാവുമ്പം ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ലക്ഷ്യം. നമുക്ക് സൈക്കാട്രിസ്റ്റും നമുക്ക് വീക്കിലി അവൈലബിൾ ആണ്. അപ്പം അതായത് ഇപ്പം നമുക്കൊരു മെഡിസിൻ്റെ ഒരു എഫക്റ്റും കൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ സൈക്കാട്രിസ്റ്റിനെയും കൂടെ റെഫർ ചെയ്യും. ആൾക്കാർക്ക് എന്താണോ വേണ്ട അതനുസരിച്ച് മൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ്. സോ ദേ ആർ വർക്കിംഗ് ഫോർ ദ പീപ്പിൾ. അവർക്ക് എന്താണ് വേണ്ട, അവർ ഏത് രീതിയിലാണോ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, ആ രീതിയിലാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് ഐ തിങ്ക് മേക്സ് ദം ഡിഫറെൻറ്റ് ഫ്രം അതർ ഓർഗനൈസേഷൻസ്. ആശുപത്രിയുടെ മനമടുപ്പിക്കുന്ന ഗന്ധവും 4 ചുവരുകൾക്കുള്ളിലെ ചികിത്സയും ഇനി വേണ്ട. മനസ്സിന്റെ പിരിമുറുക്കങ്ങളോട് ചിരിച്ചുകൊണ്ട് വിട പറയാം. കാപ്പിനെസ് നിങ്ങളോടൊപ്പമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ദുലേഖാരേണുവാണ് നമ്മളോട് ഉള്ളത്. എന്തോ ഈ കോഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പറയും എന്തൊരു പിരിമുറുക്കം ഉണ്ടെങ്കിലും ഒരു കോഫി കുടിച്ചാൽ തീരും എന്നുള്ളത്. ഏറെക്കുറെ അതേപോലെയാണ്. ഇപ്പോൾ വലുതാണോ ചെറുതാണോ അസുഖം എന്നുള്ള കാര്യമൊന്നുമല്ല. എന്തെങ്കിലും മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അവിടേക്ക് പോയാൽ മതി. ഈ സ്റ്റോറി കാണുമ്പോൾ തന്നെ ആ ഒരു അന്തരീക്ഷത്തിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ആശ്വാസം ഉണ്ടാകും എന്ന് മനസ്സിലാവും. അപ്പോൾ നേരിട്ട് പോകുമ്പോഴുള്ള അവസ്ഥയോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കാപ്പിനെസ്, നമുക്ക് നമ്മുടെ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്ന ഒരിടം. ആ പേര് സൂചിപ്പിക്കുന്നത് തന്നെ കോഫി പ്ലസ് ഹാപ്പി, കാപ്പിനെസ്. അങ്ങനെയാണ്. ഒരു ചായ കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാപ്പി കുടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സന്തോഷം തിരികെ കണ്ടെത്താം. അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഒരു പീസ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയും ശാന്തമായൊരിടം, പ്രകൃതിയോട് വല്ലാതെ ഇഴകിച്ചേർന്ന് കിടക്കുന്ന അത്രയും മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു 4-5 ഇടങ്ങളുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവരിങ്ങനെ ചൂണ്ടിക്കാണിക്കും എവിടെയാണ് നിങ്ങൾക്ക് ഇരിക്കേണ്ടത്, എവിടെയാണ് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമെന്ന് അവർ ചോദിക്കും. ഒരു ചെറിയ മഡ് ഹൗസ് ഉണ്ട്, നമ്മൾ ഈ സ്റ്റോറിയിൽ കണ്ടു മനോഹരമായിട്ട്. അവിടെ ഇരുന്ന് വേണമെങ്കിൽ നമ്മുടെ കൺസൾട്ടേഷൻ എടുക്കാം. അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്, ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ചെല്ലുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ, സംസാരിക്കാൻ, ചെറിയ ചില ആക്ടിവിറ്റീസ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരിടം. പിന്നെ ഒരിടം ഒരു വലിയ മരത്തിൻ്റെ ചുവടാണ്. അവിടെ ഒരു 4 കസേര ആ പെൺകുട്ടി ഇരുന്ന് ചിത്രം വരയ്ക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. അത് പിന്നെ കുറച്ച് ഒതുങ്ങി നമുക്ക് അത്രയധികം പ്രൈവസി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരു 2 പേർക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന മറ്റൊരിടം. പിന്നെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ സ്പോട്ടിഫൈയിൽ നമുക്ക് ഇഷ്ടമുള്ള സംഗീതജ്ഞൻ്റെ പാട്ട് കേട്ടുകൊണ്ട് ബുക്കുകളൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരിടം. അങ്ങനെ ആ വീടിന് ചുറ്റും മനോഹരമായ കുറച്ച് ഇടങ്ങളാണ് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. പ്രബിൻ, ജിക്സൺ, അതുപോലെ തന്നെ സ്നേഹ, ഇങ്ങനെ 3 ചെറുപ്പക്കാരുടെ മനസ്സിൽ ഉദിച്ച ആശയത്തിൽ നിന്നാണ് കാപ്പിനെസ് രൂപം കൊള്ളുന്നത്. അവർ പഠിച്ച് അവർക്ക് എവിടെ നിന്നോ കിട്ടിയ ഒരു ആശയം അവർ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി ഇന്ന് ഈ രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ്. നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ
ഈ തിരക്കേറിയ ഒരു ജീവിതത്തിനിടയിൽ സന്തോഷം ലഭിക്കുന്ന, സമാധാനം ലഭിക്കുന്ന, നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താനാകുന്ന ഒരിടം, അതാണ് ക്യാപ്നെസ് എന്നുള്ളത്.